Hi, welcome to our class, our chapter Reproductive Health, topic Infertility. അപ്പോൾ എന്താണ് നോക്കാം. ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, വന്ധ്യത, കുട്ടികളില്ലാത്ത അവസ്ഥ. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ ഈ പ്രോബ്ലത്തെ സോൾവ് ചെയ്യുക, അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ പഠിക്കുന്നത്. അപ്പോൾ നോക്കാം. ഇൻഫെർട്ടിലിറ്റി, ഇറ്റ് ഈസ് unable to produce children in spite of unprotected sexual cohabitation. ഇൻഫെർട്ടിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികളെ ഉണ്ടാക്കാൻ കഴിയാത്ത അവസ്ഥ. ഒരുമിച്ച് ദമ്പതിമാർ ഒരുമിച്ച് ജീവിച്ചിട്ടും അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെട്ടിട്ടും കുട്ടികളില്ലാത്ത അവസ്ഥയെ പറയുന്ന പേരാണ് ഇൻഫെർട്ടിലിറ്റി. അപ്പോൾ ഈ ഇൻഫെർട്ടിലിറ്റിക്ക് എന്തെല്ലാമാകാം കാരണങ്ങൾ? വാട്ട് ആർ ദ റീസൺസ്? അതിൻ്റെ റീസൺസ് ചിലപ്പോൾ ഫിസിക്കൽ റീസൺസ് കൊണ്ടായിരിക്കാം, ചിലപ്പോൾ കോൺജനിറ്റൽ ജന്മനാ ഉള്ള റീസൺസ് ആയിരിക്കാം, ചില അസുഖങ്ങൾ ഡിസീസസ് ആയിരിക്കാം, ചില ഡ്രഗ്സ് മരുന്നുകളുടെ ഉപയോഗം ഇൻഫെർട്ടിലിറ്റിക്ക് ഇടയാക്കിയേക്കാം, ചിലപ്പോൾ ഇമ്മ്യൂണോളജിക്കൽ റീസൺസ് ആയിരിക്കാം, ചിലപ്പോൾ സൈക്കോളജിക്കൽ മാനസികമായ പ്രശ്നങ്ങളാകാം ഇൻഫെർട്ടിലിറ്റിക്ക് കാരണം. അപ്പോൾ കുട്ടികളില്ലാത്ത അവസ്ഥയെ പറയുന്ന പേരാണ് ഇൻഫെർട്ടിലിറ്റി. അതായത് ഒരുമിച്ച് ജീവിച്ചിട്ടും അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെട്ടിട്ടും കുട്ടികളില്ലാത്ത അവസ്ഥയാണ് ഇൻഫെർട്ടിലിറ്റി. അതിൻ്റെ റീസൺസ് ഫിസിക്കൽ റീസൺ ആവാം, കോൺജനിറ്റൽ ആവാം, ഡിസീസസ് ആയിരിക്കാം, ചില ഡ്രഗ്സിൻ്റെ യൂസ് ആയിരിക്കാം, ചിലപ്പോൾ ഇമ്മ്യൂണോളജിക്കലായിരിക്കാം, സൈക്കോളജിക്കൽ റീസൺസും ആവാം ഇൻഫെർട്ടിലിറ്റിക്ക് കാരണം. എങ്ങനെയാണ് നമുക്ക് ഇൻഫെർട്ടിലിറ്റി ഈ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ കഴിയുക? അപ്പോൾ അതിന് ഒരുപാട് ഹോസ്പിറ്റൽസും ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. അപ്പോൾ അതിനെ പറയുന്ന അത്തരം ചികിത്സയ്ക്ക് സഹായിക്കുന്ന ഹോസ്പിറ്റൽസിനെ പറയുന്ന പേരാണ് ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്സ്. ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്സിൻ്റെ സഹായത്താൽ ഈ പ്രശ്നത്തെ നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്സ് എന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് ഹെൽത്ത് കെയർ യൂണിറ്റ്സ് ദാറ്റ് ആർ കോൾഡ് ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്സ് ദാറ്റ് ഹെൽപ്സ് ഇൻ ഡയഗ്നോസിസ് ആൻഡ് കറക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിസീസസ് ആൻഡ് എനേബിൾ ദ കപ്പിൾസ് ടു ഹാവ് ചിൽഡ്രൻ. ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്പെഷ്യലൈസ്ഡ് ഹെൽത്ത് കെയർ യൂണിറ്റ്സ് ആണ്. അതെന്ത് ചെയ്യും? ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ഡയഗ്നോസിസ്, എന്താണ് പ്രോബ്ലം എന്ന് ഡയഗ്നോസിസ് നടത്താൻ, അത് തീരുമാനിക്കാനും അല്ലെങ്കിൽ അത് കണ്ടെത്താനും, ആൻഡ് കറക്റ്റീവ് ട്രീറ്റ്മെൻറ്റ്, അതിനുള്ള സൊല്യൂഷൻ അല്ലെങ്കിൽ ആ പ്രശ്നത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും ചെയ്യുന്ന ക്ലിനിക്സാണ് ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്. അപ്പോൾ അതുവഴി ഡയഗ്നോസിസും ട്രീറ്റ്മെൻറ്റും നടത്തുക വഴി ആ കപ്പിൾസിന് കുട്ടികൾ ഉണ്ടാകും. അപ്പോൾ അതിന് സഹായിക്കുന്ന ക്ലിനിക്സിനെ പറയുന്ന പേരാണ് ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്സ്. സ്പെഷ്യലൈസ്ഡ് ഹെൽത്ത് കെയർ യൂണിറ്റ്സ് ദാറ്റ് ആർ കോൾഡ് ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്സ് ആൻഡ് വിച്ച് ഹെൽപ്സ് ഇൻ ഡയഗ്നോസിസ് ആൻഡ് കറക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ദ ഡിസീസസ് ആൻഡ് എനേബിൾ ദ കപ്പിൾസ് ടു ഹാവ് ചിൽഡ്രൻ. ഇപ്പോൾ ഇനി ഈ മെത്തേഡ്സ് അങ്ങനെ ഡയഗ്നോസിസും ഒരുപാട് ട്രീറ്റ്മെൻറ്റും നടത്തിയിട്ടും കുട്ടികളില്ലെങ്കിൽ അത്തരം കപ്പിൾസിനെ സഹായിക്കാൻ ഉപയോഗിക്കുന്ന ടെക്നിക്സിനെ പറയുന്ന പേരാണ് അസിസ്റ്റഡ് റിപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് അല്ലെങ്കിൽ ആർട്ട് എന്ന് പറയുന്നത്. അസിസ്റ്റഡ് റിപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് അല്ലെങ്കിൽ ആർട്ട് എന്ന് പറയുന്നത് ഇത്തരം ടെക്നിക്സ് ഉപയോഗിച്ച് ഇൻഫെർട്ടിലിറ്റിയെ സോൾവ് ചെയ്യാൻ സഹായിക്കുന്ന ടെക്നോളജീസാണ് ആർട്ട് എന്ന് പറയുന്ന ടെക്നോളജി. അപ്പോൾ ഈ ആർട്ട് എന്ന് പറയുന്ന ടെക്നോളജിയിൽ ഏതെല്ലാം ടെക്നിക്സ് വരും നോക്കൂ. ഒന്ന് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ, IVF ഓർ ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം. ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ IVF അല്ലെങ്കിൽ അതിന് പറയുന്ന വേറൊരു പേര് എല്ലാവർക്കും അറിയുന്ന ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം. ദെൻ ഇൻ വൈവോ ഫെർട്ടിലൈസേഷൻ, gamete intrafallopian transfer or gift, then intracytoplasmic sperm injection or ICSI, artificial insemination or AI,
ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷൻ ഓർ IUI. അസിസ്റ്റഡ് റിപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് ഓർ ആർട്ട് എന്ന് പറയുന്ന ടെക്നിക്സുകളാണ് ഈ പറഞ്ഞ ടെക്നിക്സുകളെല്ലാം. അതിൽ വരുന്നത് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ IVF അല്ലെങ്കിൽ കോമൺ ആയി ടെസ്റ്റ് ട്യൂബ് ബേബി എന്നറിയപ്പെടുന്ന പ്രോഗ്രാം. ദെൻ ഇൻവൈവോ ഫെർട്ടിലൈസേഷൻ, ഗാമീറ്റ് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ ഓർ ഗിഫ്റ്റ്, ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇൻജെക്ഷൻ ഓർ ICSI, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഓർ AI, ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷൻ ഓർ IUI. അപ്പോൾ ഓരോന്നും നമുക്ക് പഠിക്കണം. ഇതെല്ലാം ആർട്ട് എന്നുള്ളത് എക്സ്പാൻഡ് ചെയ്യാൻ ചോദിക്കും. IVF എക്സ്പാൻഷൻ, ഗിഫ്റ്റ്, ICSI, AI, IUI എല്ലാം എക്സ്പാൻഡ് എന്ന് പറഞ്ഞ് ചോദിക്കുന്നതാണ്. അതിൻ്റെ എക്സ്പ്ലനേഷനും പഠിക്കണം. ഓരോന്നും എന്താണ്. അപ്പോൾ നോക്കാം. ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ IVF നോക്കാം നമുക്ക് ഫസ്റ്റ്. ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം. ടെസ്റ്റ് ട്യൂബ് ബേബി ഏറ്റവും കോമൺ ആയിട്ട് നിങ്ങൾക്ക് എല്ലാം അറിയുന്ന ഫെമിലിയർ ടേമാണ് ടെസ്റ്റ് ട്യൂബ് ബേബി. അപ്പോൾ ഈ കുഞ്ഞിനെ ആർക്കെങ്കിലും പരിചയമുണ്ടോ? നോക്കൂ, അതിൻ്റെ ഹെഡിങ് നോക്കൂ. മീറ്റ് ലൂയിസ്, ദ വേൾഡ്സ് ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബ് അറൈവൽ. ലോകത്തിലെ തന്നെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ബേബിയാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. ലൂയിസ് ബ്രൗൺ എന്ന് പറയുന്ന കുട്ടി, ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ബേബി. നോക്കൂ, ആ കുട്ടിയുടെ ഇന്നത്തെ ഫോട്ടോ ആണിത്. ദെൻ ആ കുട്ടി വേറൊരു കുഞ്ഞിന് ജന്മം നൽകി. 1978 ലൂയിസ് ബ്രൗൺ ടെസ്റ്റ് ട്യൂബ് ബേബി, ആ ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബ് ബേബി ലൂയിസ് ബ്രൗൺ ജനിക്കുന്നത് 1978. ഇപ്പോൾ ലൂയിസ് ബ്രൗൺ ഒരു മെത്തേഡും ഉപയോഗിക്കാതെ തന്നെ, ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ടെക്നിക്കും ഒന്നും അല്ലാതെ നോർമൽ പ്രസവം വഴി അവർക്കുണ്ടായ കുഞ്ഞാണിത്. അപ്പോൾ ഇതാണ് ടെസ്റ്റ് ട്യൂബ് ബേബി, ആദ്യത്തെ ലോകത്തിലെ തന്നെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം. ലൂയിസ് ബ്രൗൺ 1978. അപ്പോൾ നോക്കൂ, എന്താണ് ടെസ്റ്റ് ട്യൂബ് ബേബി? ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നോക്കൂ, ഫെർട്ടിലൈസേഷൻ ഔട്ട്സൈഡ് ദ ബോഡി ഇൻ ഓൾമോസ്റ്റ് സിമിലർ കണ്ടീഷൻസ് ആസ് ദാറ്റ് ഇൻ ദ ബോഡി ഫോളോഡ് ബൈ എംബ്രിയോ ട്രാൻസ്ഫർ ഓർ ET. അതായത് ഫെർട്ടിലൈസേഷൻ, സാധാരണഗതിയിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എവിടെയാണ്? ഇൻ ദ ആംബുലറി റീജിയൻ, അല്ലേ? ഫെലോപ്പിയൻ ട്യൂബിലാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക. അപ്പോൾ ഇവിടെ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാമിൽ എന്താ നടക്കുന്നത്? ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ് ഔട്ട്സൈഡ് ദ ബോഡി. ഔട്ട്സൈഡ് ദ ബോഡി എങ്ങനെയായിരിക്കണം? ഇൻ ഓൾമോസ്റ്റ് സിമിലർ കണ്ടീഷൻ ആസ് ദാറ്റ് ഇൻ ദ ബോഡി. അപ്പോൾ ബോഡിയിൽ എന്തെല്ലാം സ്യൂട്ടബിളായ കണ്ടീഷൻ ഉണ്ടോ ഫെർട്ടിലൈസേഷന് വേണ്ട, അത്തരം സാഹചര്യങ്ങളെല്ലാം ഒരു ലബോറട്ടറിയിൽ ഒരുക്കി അവിടെ വെച്ച് ഫെർട്ടിലൈസേഷൻ നടത്തുന്ന ടെക്നിക്കാണ് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. അപ്പോൾ അവിടെ വെച്ച് ലബോറട്ടറി കണ്ടീഷനിൽ വെച്ച് ഫെർട്ടിലൈസേഷൻ നടന്നു. ആ ഫെർട്ടിലൈസ് ചെയ്ത സൈഗോട്ടിനെ അല്ലെങ്കിൽ ഏർലി എംബ്രിയോയിനെ എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യണം. ആൻഡ് ഇറ്റ് ഈസ് ഫോളോഡ് ബൈ എംബ്രിയോ ട്രാൻസ്ഫർ ഓർ ET. ഓക്കെ, അപ്പോൾ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ, fertilization outside the body in almost similar conditions as that in the body followed by embryo transfer. ഇവിടെ നോക്കൂ, ബാക്ക്ഗ്രൗണ്ടിലുള്ള ചിത്രത്തിൽ നോക്കിയാൽ അറിയാം, യൂട്രസ്, ദെൻ ഓവറി, ഓവറിയിൽ നിന്ന് എഗ്ഗ് കളക്ട് ചെയ്തു, എഗ്ഗും സ്പേമും കൂടെ ലാബ് കണ്ടീഷനിൽ വെച്ച് ഫ്യൂസ് ചെയ്യിപ്പിച്ചു, അങ്ങനെ സൈഗോട്ട് ഫോം ചെയ്തു. ആ സൈഗോട്ടിനെ തിരിച്ച് യൂട്രസിനകത്തേക്ക് അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബിലകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ആ മെത്തേഡിനെ പറയുന്ന പേരാണ് IVF. ഇൻ ദിസ് മെത്തേഡ്, ഓവ ഫ്രം എ വൈഫ് ഓർ ഡോണർ ആൻഡ് സ്പേം ഫ്രം എ ഹസ്ബൻഡ് ഓർ ഡോണർ ഈസ് കളക്റ്റഡ് ആൻഡ് ആർ ഇൻഡ്യൂസ്ഡ് ടു ഫോം സൈഗോട്ട് ഇൻ ദ ലാബ് കണ്ടീഷൻ. അപ്പോൾ ഈ മെത്തേഡിൽ എന്താ ചെയ്യുന്നത്? ഓവ ഫ്രം എ വൈഫ്, ഒന്നുകിൽ കപ്പിൾസിൽ വൈഫിൻ്റെ ഓവവും അല്ലെങ്കിൽ ഒരു ഡോണർ, ഓവം കൊടുക്കാൻ റെഡിയായ ഒരു ലേഡിയുടെ ഓവവും കളക്ട് ചെയ്യുന്നു.
ദെൻ സ്പേം ഹസ്ബൻഡിൻ്റെ സ്പേം ആവാം, അല്ലെങ്കിൽ ഒരു ഡോണറിൽ നിന്നുള്ള സ്പേം കളക്ട് ചെയ്യുന്നു, അത് ലബോറട്ടറി കണ്ടീഷനിൽ വെച്ച് ഫ്യൂസ് ചെയ്യുന്നു, എന്നിട്ട് സൈഗോട്ട് ഫോം ചെയ്യിപ്പിക്കുന്നു. ആ സൈഗോട്ടിനെയാണ് യൂട്രസിനകത്തേക്ക് അല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ്റെ പ്രത്യേകത, ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ് ഔട്ട്സൈഡ് ദ ബോഡി. ഓവ ഫ്രം എ വൈഫ് ഓർ ഡോണർ, വൈഫിൽ നിന്ന് തന്നെ ആയിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ ഒരു ഡോണറിൽ നിന്ന്. സ്പേം ഫ്രം ഹസ്ബൻഡ് ഓർ ഡോണർ ഈസ് കളക്റ്റഡ് ആൻഡ് ആർ ഇൻഡ്യൂസ്ഡ് ടു ഫോം സൈഗോട്ട് ഇൻ ലാബ് കണ്ടീഷൻ. ലബോറട്ടറി കണ്ടീഷനിൽ വെച്ച് സൈഗോട്ട് ഫോർമേഷൻ നടക്കുന്നു. ഈ IVFനെ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. IVFൽ വരുന്നത് ഒന്ന് സിഫ്റ്റ്, സൈഗോട്ട് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ. എല്ലാ ടേംസും പഠിക്കണം, എക്സ്പാൻഷൻ പഠിക്കണം, എന്താണ് അതെന്ന് ഉദ്ദേശിക്കുന്നത് എന്നും പഠിച്ചിരിക്കണം. അപ്പോൾ നോക്കൂ, സൈഗോട്ട് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ. IVFൽ ഒരു മെത്തേഡാണ് സിഫ്റ്റ് ഓർ സൈഗോട്ട് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ. അപ്പോൾ ഇതിലെന്താ ചെയ്യുന്നത്? സൈഗോട്ട് ഓർ ഏർലി എംബ്രിയോസ് അപ് ടു 8 ബ്ലാസ്റ്റോമിയേഴ്സ് ആർ ട്രാൻസ്ഫേർഡ് ടു ഫെലോപ്പിയൻ ട്യൂബ്. നമ്മൾ പറഞ്ഞു, പുറത്ത് ഔട്ട്സൈഡ് ദ ബോഡി ലബോറട്ടറി കണ്ടീഷനിൽ വെച്ച് ഫെർട്ടിലൈസേഷൻ നടന്നു, സൈഗോട്ട് ഉണ്ടായി. ആ സൈഗോട്ട് ഉണ്ടായാൽ എന്ത് ചെയ്യും? സൈഗോട്ട് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഡിവൈഡ് ചെയ്ത് നമ്പർ ഓഫ് സെൽസ് ഇൻക്രീസ് ചെയ്യും. ആദ്യം 2 സെല്ലാവും, പിന്നെ 4, 8, അങ്ങനെ 8 സെല്ലുള്ള സ്റ്റേജിൽ ആ സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് 8 സെല്ലുള്ള സ്റ്റേജിലെത്തിയാൽ അതിനെ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് സിഫ്റ്റ് ഓർ സൈഗോട്ട് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ. ആ പേരിൽ തന്നെ ഉണ്ട്. നോക്കൂ, ഇൻട്രാ മീൻസ് ഇൻസൈഡ്, ഫെലോപ്പിയൻ എന്ന് പറഞ്ഞാൽ ഫെലോപ്പിയൻ ട്യൂബ്. അപ്പോൾ ഫെലോപ്പിയൻ ട്യൂബിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. എന്തിനെ? സൈഗോട്ട് അപ് ടു 8 ബ്ലാസ്റ്റോമിയേഴ്സ്. ഔട്ട്സൈഡ് ദ ബോഡിയിൽ വെച്ച് ഫെർട്ടിലൈസേഷൻ നടന്നുണ്ടായ സൈഗോട്ടിനെ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡ് സിഫ്റ്റ്. ദെൻ സെക്കൻഡ് മെത്തേഡ് എന്താ? IUT ഓർ ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ. അപ്പോൾ ഇതിൽ എന്തായിരിക്കും ഈ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതിനകത്തുണ്ട്. ഇൻട്രാ മീൻസ് ഇൻസൈഡ്, യൂട്രൈൻ മീൻസ് യൂട്രസ്. യൂട്രസിലേക്കാണ് ഇവിടെ ട്രാൻസ്ഫർ നടക്കുന്നത്. നോക്കൂ, സൈഗോട്ട് വിത്ത് മോർ ദാൻ 8 ബ്ലാസ്റ്റോമിയേഴ്സ് ആർ ട്രാൻസ്ഫേർഡ് ടു യൂട്രസ്. 8ൽ കൂടുതൽ ബ്ലാസ്റ്റോമിയേഴ്സിനെ യൂട്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് IUT ഓർ ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ. അപ്പോൾ IVF 2 രീതിയിൽ, ഒന്ന് സിഫ്റ്റ് ആൻഡ് IUT. സിഫ്റ്റിൽ സൈഗോട്ടിനെ 8 ബ്ലാസ്റ്റോമിയേഴ്സ് ഉള്ള സൈഗോട്ടിനെ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. 8ൽ കൂടുതൽ ബ്ലാസ്റ്റോമിയേഴ്സ് ആയാൽ അതിനെ നേരിട്ട് യൂട്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അത് IUT എന്ന് പറയുന്ന മെത്തേഡ്. അപ്പോൾ ഇവിടെ കാണാം, ഓവയും സ്പേമും കൂടെ ഫ്യൂസ് ചെയ്ത് ഫെർട്ടിലൈസേഷൻ നടന്നു. ആ സൈഗോട്ടിനെ യൂട്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ അല്ലെങ്കിൽ IUTയുടെ മെത്തേഡാണത് കേട്ടോ. IUT ഇവിടെ യൂട്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇതിലും അത് തന്നെയാണ്. ഓവം കളക്ട് ചെയ്തു, സ്പേമും ഓവം കൂടെ ലാബ് കണ്ടീഷനിൽ വെച്ച് ഫ്യൂസ് ചെയ്യിപ്പിച്ചു. അതിനെ എടുത്ത് ആ സൈഗോട്ടിനെ യൂട്രസിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇതേ IUT തന്നെയാണ് ഈ 2 ചിത്രത്തിലും കേട്ടോ. ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ 2 മെത്തേഡ്സ് IVFൽ 2 സിഫ്റ്റും IUTയും. ദെൻ ഇൻ വിവോ ഫെർട്ടിലൈസേഷൻ, ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ പോലെ ഇൻ വൈവോ ഫെർട്ടിലൈസേഷനും എംബ്രിയോ ട്രാൻസ്ഫറിന് വേണ്ടി യൂസ് ചെയ്യും. അപ്പോൾ ഇൻ വൈവോ മീൻസ് ഇൻസൈഡ്, ഫ്യൂഷൻ ഓഫ് ഗ്യാമീറ്റ് വിത്തിൻ ദ ഫീമെയിൽ. സാധാരണ നോർമലായി നടക്കുന്ന പോലെ തന്നെ മെയിൽ സ്പേംസും ഫീമെയിൽ ഓവും കൂടെ ലേഡിയുടെ ഫെലോപ്പിയൻ ട്യൂബിനകത്ത് വെച്ച് ഫെർട്ടിലൈസേഷൻ ഫ്യൂഷൻ നടന്നു. ബോഡിക്കുള്ളിൽ വെച്ച് ഫ്യൂഷൻ നടന്നു. അങ്ങനെ ഉണ്ടായ സൈഗോട്ടിനെ
അല്ലെങ്കിൽ ഏർലി എംബ്രിയോസ് ഫോംഡ് ബൈ ദിസ് മെത്തേഡ് ആർ ഓൾസോ യൂസ്ഡ് ഫോർ എംബ്രിയോ ട്രാൻസ്ഫർ. ഇവിടെ ഔട്ട്സൈഡ് ദ ബോഡി അല്ല, ഇൻസൈഡ് ദ ബോഡി ഫെർട്ടിലൈസേഷൻ നടന്നു, സൈഗോട്ട് ഉണ്ടായി. ആ സൈഗോട്ടിനെ വേറൊരു ലേഡിയിലേക്ക് എംബ്രിയോ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഇൻ വൈവോ ഫെർട്ടിലൈസേഷൻ. അപ്പോൾ അത് ആർക്കായിരിക്കും ഉപകാരം? നോർമലായിട്ട് ഫെർട്ടിലൈസേഷൻ നടന്നു, പക്ഷേ ആ യൂട്രസ് ഇംപ്ലാന്റേഷന് സ്യൂട്ടബിൾ അല്ലാത്തവർക്കാണ് അത്തരം മെത്തേഡ് യൂസ്ഫുള്ളായി മാറുന്നത്. ഇംപ്ലാന്റേഷൻ യൂട്രസിനകത്ത് നടക്കണം, ഓവം പ്രൊഡക്ഷൻ നടന്നു, അത് ഫെർട്ടിലൈസേഷൻ നടന്നു, ഫെർട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ വെച്ചിട്ട് യൂട്രസിനകത്ത് ഇംപ്ലാന്റ് ചെയ്യപ്പെടണം. അപ്പോൾ ചിലവർക്ക് അവിടെ ഇംപ്ലാന്റേഷൻ നടക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ വേറൊരു ഒരു സറോഗേറ്റ് മദർ എന്നൊക്കെ അറിയാം, വാടകയ്ക്ക് ഗർഭപാത്രം കൊടുക്കുന്നവർ, അങ്ങനെയുള്ളവരിലേക്ക് ഈ എംബ്രിയോയെ ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ആ 10 മാസം കുഞ്ഞ് ആരുടെ തന്നെയാണ്? കപ്പിൾസിൻ്റെ തന്നെയാണ്. പക്ഷേ ആരുടെ യൂട്രസിലാണ്? വേറെ ഒരു ലേഡിയുടെ യൂട്രസിനകത്താണ് ഈ കുഞ്ഞ് വളരുന്നത്. അത്തരം കണ്ടീഷനാണ് സറോഗേറ്റ് മദർ എന്നൊക്കെ പറയുക. നമ്മൾ പല സിനിമയിലും കാണാറുണ്ട് അല്ലേ. പണ്ടത്തെ ദശരഥ എന്ന് പറയുന്നൊരു ഫിലിം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഷേക്സ്പിയർ എന്നോ, പിന്നെ ലക്കി സ്റ്റാർ, അങ്ങനെ കുറേ ഫിലിംസ് ഉണ്ട്. അതിലൊക്കെ ഇതാണ് വാടകയ്ക്ക് അമ്മമാർ റെഡിയായിട്ട് ഗർഭപാത്രം വാടകയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇപ്പോൾ ഒരുപാട് റൂൾസ് വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും വാടകയ്ക്ക് ഗർഭപാത്രം കൊടുക്കാൻ പറ്റില്ല. അതൊരു ബിസിനസ്സായി മാറി അല്ലേ. ഒരുപാട് പൈസ കിട്ടും. ആ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ റെഡിയാവുന്ന ഒരുപാട് ആളുകൾ വന്നപ്പോൾ അതിന് ചില നിയമങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ റിലേറ്റീവ്സിൻ്റെ ഇടയിൽ തയ്യാറായവർ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെ കുറേ നിയമങ്ങളുണ്ട് ഇപ്പോൾ. അപ്പോൾ അത്തരം കേസുകളിലെല്ലാം യൂസ് ചെയ്യുന്നതാണ് ഇൻവിട്രോ ഫെർട്ടിലൈസേഷനും ഇൻ വൈവോ ഫെർട്ടിലൈസേഷനും. എംബ്രിയോ ട്രാൻസ്ഫർ ഒന്നുകിൽ അതേ കപ്പിൾസിൻ്റെ വൈഫിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു സറോഗേറ്റ് മദറിൻ്റെ യൂട്രസിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ IVFും ഇൻ വൈവോ ഫെർട്ടിലൈസേഷനും അത്രയാണ്. ഇനി നെക്സ്റ്റ് ടെക്നിക്കാണ് ഗിഫ്റ്റ് ഓർ ഗ്യാമീറ്റ് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ. അപ്പോൾ ഇതിൽ പേരിൽ നോക്കൂ, ഗ്യാമീറ്റാണ് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ട്രാൻസ്ഫർ ഓഫ് എൻ ഓവം കളക്റ്റഡ് ഫ്രം എ ഡോണർ ഇൻ ടു ദ ഫെലോപ്പിയൻ ട്യൂബ് ഓഫ് അനദർ ഫീമെയിൽ. ഇവിടെ ഗ്യാമീറ്റ് എന്ന് പറയുന്നത് ഏതാ? ഓവം എന്ന് പറയുന്ന ഗ്യാമീറ്റിനെ എന്ത് ചെയ്യുന്നു? ഒരു ഡോണറിൽ നിന്ന് കളക്ട് ചെയ്യുന്നു, എന്നിട്ട് അതിനെ വേറൊരു ഫീമെയിലിൻ്റെ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ മെത്തേഡിനെ പറയുന്ന പേരാണ് ഗിഫ്റ്റ് ഓർ ഗ്യാമീറ്റ് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ. അപ്പോൾ ഈ മെത്തേഡ് എന്തിനു വേണ്ടിയായിരിക്കും? നോക്കൂ, ഓവമാണ് ഇവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഒരു ലേഡിയിൽ പ്രൊഡ്യൂസ് ചെയ്ത ഓവത്തെ, ഒരു ഡോണറിൽ നിന്നുള്ള ഓവത്തെ ഒരു ആർക്കാണോ കുഞ്ഞുങ്ങൾ വേണ്ടത് ആ ലേഡിയിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ലേഡിയുടെ പ്രശ്നം എന്തായിരിക്കും? ആ ലേഡിക്ക് ഓവം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവില്ല. അപ്പോൾ അത്തരം കേസിൽ ഒരു ഡോണറിൽ നിന്നുള്ള ഓവം സ്വീകരിക്കുന്നു. ആ മെത്തേഡാണ് ഗിഫ്റ്റ് ഓർ ഗ്യാമീറ്റ് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ. ഇറ്റ് ഈസ് എ സ്യൂട്ടബിൾ മെത്തേഡ് ഫോർ ദ ഫീമെയിൽ who cannot produce an ovum but can provide suitable environment for fertilization and further development. നോക്കൂ, അപ്പോൾ ഇവിടെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഫീമെയിലിൽ ഓവം പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നില്ല, പക്ഷേ ഫെർട്ടിലൈസേഷനും കുഞ്ഞിൻ്റെ ഫർദർ ഡെവലപ്മെൻറ്റിനും എല്ലാവിധ സാഹചര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാനും അതിൽ ആ സ്ത്രീയുടെ യൂട്രസിന് കഴിയുന്നുണ്ട്. അപ്പോൾ അത്തരം കേസുകളിൽ ഉപയോഗിക്കുന്ന മെത്തേഡ് ഗിഫ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻവൈവോ ഫെർട്ടിലൈസേഷനിലൊക്കെ എന്താണ്? ഓവം പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, പക്ഷേ ഇംപ്ലാന്റേഷന് അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ഗ്രോത്തിന് ഫർദർ ഡെവലപ്മെൻറ്റിനുള്ള കണ്ടീഷൻ ഒരുക്കാൻ കഴിയുന്നില്ല. അപ്പോഴാണ് വേറൊരു സറോഗേറ്റ് മദറിലേക്ക് ആ എംബ്രിയോയെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇവിടെ ഓവം പ്രൊഡക്ഷൻ നടക്കുന്നില്ല, ബട്ട് ക്യാൻ പ്രൊവൈഡ് സ്യൂട്ടബിൾ എൻവയോൺമെൻറ്റ് ഫോർ ഫെർട്ടിലൈസേഷൻ ആൻഡ് ഫർദർ ഡെവലപ്മെൻറ്റ്. So, in this case, an ovum collected from a donor
ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ ഫെലോപ്പിയൻ ട്യൂബ് ഓഫ് അനദർ ഫീമെയിൽ. ആർക്കാണോ കുഞ്ഞുങ്ങൾ വേണ്ടത് അവരുടെ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ഈ ഡോണറിൽ നിന്ന് ഓവം കളക്ട് ചെയ്തതിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. പിന്നെ ബാക്കി എല്ലാം നോർമലായി ഫെർട്ടിലൈസേഷൻ അവിടെ വെച്ച് നടക്കും. എംബ്രിയോ സൈഗോട്ട് എവിടെ യൂട്രസിനകത്ത് ഇംപ്ലാന്റ് ചെയ്യപ്പെടും. ബാക്കിയെല്ലാം നോർമൽ പ്രോസസ്സായി നടക്കും. അത് ഗിഫ്റ്റ് എന്ന് പറയുന്ന ടെക്നിക്. ദെൻ വേറൊരു ടെക്നിക് ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. ഇൻട്രാ മീൻസ് ഇൻസൈഡ്, സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. സൈറ്റോപ്ലാസത്തിലേക്ക് സ്പേമിനെ ഇഞ്ചക്റ്റ് ചെയ്യുന്നു. ICSI ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. നോക്കൂ, sperms are directly injected into ovum in lab conditions. നമ്മൾ നേരത്തെ പറഞ്ഞ കേസുകളിലൊക്കെ മില്യൺസ് ഓഫ് സ്പേംസ് ഒരു സിംഗിൾ ഓവത്തിനെ അപ്രോച്ച് ചെയ്യും. അതിൽ ഏതെങ്കിലും ഒരെണ്ണം അതിനകത്തേക്ക് പെനിട്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ നടക്കുന്നത് എന്താണ്? ഒരു സ്പേമിനെ ഓവത്തിനകത്തേക്ക് ഡയറക്റ്റ് ഇഞ്ചക്റ്റ് ചെയ്യുന്നു. ലാബ് കണ്ടീഷൻ. ഇതും IVF തന്നെയാണ്, ഔട്ട്സൈഡ് ദ ബോഡിയാണ്. ലബോറട്ടറി കണ്ടീഷനിൽ ഒരു സ്പേമിനെ ഓവത്തിൻ്റെ സൈറ്റോപ്ലാസത്തിലേക്ക് ഡയറക്റ്റായി ഇഞ്ചക്റ്റ് ചെയ്യുന്നു. ആ മെത്തേഡിനെ പറയുന്ന പേരാണ് ICSI. നോക്കൂ, IVF എന്താണ്? മില്യൺസ് ഓഫ് സ്പേംസ് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അതിലൊരു സിംഗിൾ സ്പേം ഇതിനകത്തേക്ക് എൻ്റർ ചെയ്യാൻ കഴിയുന്നുള്ളൂ അല്ലേ? അത് നോർമൽ കേസുകളിൽ അല്ലെങ്കിൽ IVFൻ്റെ കേസിലും ഇങ്ങനെയാണ്. ലാബ് കണ്ടീഷനിൽ മില്യൺസ് ഓഫ് സ്പേംസിനെ അപ്രോച്ച് ചെയ്യിപ്പിക്കും, ഒരെണ്ണം എൻട്രി ചെയ്ത് ഫെർട്ടിലൈസേഷൻ നടക്കും. എന്നാൽ ഇവിടെ ICSIയിൽ എന്താ? ഇതിൽ നിന്ന് സ്യൂട്ടബിളായ ഒരു സ്പേമിനെ സെലക്ട് ചെയ്യുകയും അതിനെ മാത്രം ഓവത്തിൻ്റെ സൈറ്റോപ്ലാസത്തിനകത്തേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഈ സ്പേം ന്യൂക്ലിയസും ഓവൻ ന്യൂക്ലിയസും കൂടെ ഫ്യൂസ് ചെയ്തോളും. ഡയറക്റ്റായിട്ട് ഒരു സിംഗിൾ സ്പേമിനെ ഇഞ്ചക്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ICSI ഓർ ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. എല്ലാം ഇമ്പോർട്ടൻറ്റ് ടേംസ് കേട്ടോ, പഠിക്കണം. ദെൻ അനദർ വൺ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്താ നോക്കൂ. സെമൻ കളക്റ്റഡ് ഫ്രം ഹസ്ബൻഡ് ഓർ ഹെൽത്തി ഡോണർ ഈസ് ആർട്ടിഫിഷ്യലി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു വെജൈന. ഒരു ഹസ്ബൻഡിൽ നിന്നുള്ള സെമൻ അല്ലെങ്കിൽ ഒരു ഡോണറിൽ നിന്നുള്ള സെമൻ ഡയറക്റ്റായിട്ട് ഫീമെയിലിലെ വെജൈനയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സ്. ഇവിടെ സെക്ഷൽ ഇൻ്റർകോഴ്സ് വഴിയല്ല, ഇതിനകത്തേക്ക് സ്പേമിനെ കളക്ട് ചെയ്ത് നേരിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. വെജൈനൽ പോർഷനിലേക്കാണെങ്കിൽ അത് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. Sperms are directly introduced into the vagina of the female. Then അതിൻ്റെ തന്നെ വേറൊരു മെത്തേഡാണ് ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ ഓർ IUI. ഇവിടെ എന്താ ചെയ്യുന്നത്? ഈ കളക്ട് ചെയ്ത സെമനെ യൂട്രസിലേക്കാണ്. നേരത്തേത് വെജൈനൽ ഭാഗത്തേക്കായിരുന്നു എങ്കിൽ ഇത് യൂട്രസിനകത്തേക്ക് ഡയറക്റ്റ്ലി എൻട്രി ചെയ്യിപ്പിക്കുന്ന പ്രോസസ്സ് IUI ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ്റെ തന്നെ വേറൊരു മെത്തേഡാണ് IUI എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷനിൽ വെജൈനൽ പോർഷനിലേക്കും IUIയിൽ യൂട്രസിനകത്തേക്കുമാണ് കളക്റ്റഡ് സെമനെ ഇൻട്രൊഡ്യൂസ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടുള്ള ടെക്നിക്സ്. അപ്പോൾ IUI എന്നുള്ളത് ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷനാണ്. IUT എന്ന് പറയുന്നത് ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ ആണ്. തെറ്റരുത്. ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ എവിടെയായിരുന്നു? സിഫ്റ്റും IUTയും അല്ലേ? സൈഗോട്ട് മോർ ദാൻ 8 ബ്ലാസ്റ്റോമിയേഴ്സ് ആർ ട്രാൻസ്ഫേർഡ് ടു യൂട്രസ് എന്ന് പറയുന്നതാണ് IUT. ഇവിടെ IUIയിൽ എന്താണ്? എംബ്രിയോ ഒന്നുമല്ല, സെമനാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് യൂട്രസിനകത്തേക്ക്. അപ്പോൾ IUI. ഒരുപാട് ടേംസ് ഉണ്ട്. IVFിൽ 2 എണ്ണം, സിഫ്റ്റും IUTയും. ദെൻ ഇൻവൈവോ ഫെർട്ടിലൈസേഷനും എംബ്രിയോ ട്രാൻസ്ഫറിന് യൂസ്ഫുള്ളാണ്. ഗിഫ്റ്റ് അല്ലെങ്കിൽ ഗ്യാമീറ്റ് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ, ദെൻ ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ, ദെൻ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആൻഡ് IUI. These are the different techniques used in art. Then
നമ്മളിപ്പോൾ ഒരുപാട് ടെക്നിക്സ് പറഞ്ഞു എങ്കിലും ഇതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. വാട്ട് ആർ ദ ലിമിറ്റേഷൻസ്? These techniques require extremely high precision handling by specialized professionals and expensive instrumentation. നമ്മൾ ഈ പറയുന്ന IVF ആണെങ്കിലും ബാക്കി എല്ലാ മെത്തേഡ്സിനും എന്തുണ്ട്? ഹൈ പ്രിസിഷൻ ഹാൻഡ്ലിംഗ് ബൈ സ്പെഷ്യലൈസ്ഡ് പ്രൊഫഷണൽസ്, നല്ല എക്സ്പേർട്സും അതിന് എക്സ്പെൻസീവ് ഇൻസ്ട്രുമെൻസും എല്ലാം ആവശ്യമാണ്. Then these facilities are presently available only in very few centers in the country. നമ്മുടെ രാജ്യത്ത് വളരെ ചുരുങ്ങിയ ക്ലിനിക്സുകളിൽ മാത്രമാണ് ഇത്തരം ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ കുറേ കൂടെ അവൈലബിൾ ആണ്. These benefits are affordable to only a limited number of people. ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു IVF എന്നൊക്കെ പറയുമ്പോൾ ലക്ഷങ്ങൾ വില വരുന്ന ചികിത്സയാണ്. അപ്പോൾ കോസ്റ്റ് വളരെ കൂടുതലാണ് ഇത്തരം ചികിത്സയ്ക്ക്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എഫോർഡബിൾ, അത് താങ്ങാൻ പറ്റുന്നത് വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമാണ്. ദീസ് ആർ ദ ലിമിറ്റേഷൻസ്. അപ്പോൾ എക്സ്പെൻസീവ് ഇൻസ്ട്രുമെൻസും പിന്നെ സ്പെഷ്യലൈസ്ഡ് പ്രൊഫഷൻസും ആവശ്യമാണ്. വളരെ ചുരുങ്ങിയ സെൻറ്റേഴ്സിലാണ് ഇത്തരം ഫെസിലിറ്റീസ് ലഭ്യമായിട്ടുള്ളൂ. ദെൻ അത് എക്സ്പെൻസ് വളരെ ചുരുങ്ങിയ ആളുകൾക്ക് മാത്രമാണ് താങ്ങാൻ കഴിയുന്നുള്ളൂ. നമ്മുടെ ഇവിടെ അടുത്ത് എടപ്പാളിലുള്ള സൈമർ എന്ന് പറയുന്നതൊക്കെ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിന് ഫേമസ് ആണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ക്ലിനിക്സ് ഉണ്ടെങ്കിലും അത് അത്രത്തോളം പോപ്പുലറൈസ് ചെയ്തിട്ടില്ല. എല്ലാവർക്കും താങ്ങാൻ പറ്റുന്ന അതിൻ്റെ കോസ്റ്റൊന്നും എല്ലാവർക്കും താങ്ങാൻ പറ്റുന്നതല്ല. അപ്പോൾ അതെല്ലാം ആണ് ഈ ടെക്നിക്സിൽ വരുന്ന ലിമിറ്റേഷൻസ്. പിന്നെ പരാജയം, ഇപ്പോൾ ഒരു തവണ IVF ചെയ്ത് അത് സക്സസ് ആയിക്കൊള്ളണം എന്നില്ല. അപ്പോൾ ഒരുപാട് ഫെയിലിയേഴ്സിനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരുപാട് സിറ്റിങ്സ്, ഇപ്പോൾ 1 or 2 തവണ അല്ലെങ്കിൽ 2-ൽ കൂടുതൽ തവണയൊക്കെ നടത്തിയാലാണ് ചിലപ്പോൾ അത് ശരിയാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് അതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. ദെൻ ഇമോഷണൽ, റിലീജിയസ് ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ് ആർ ഓൾസോ ഡിറ്ററൻസ് ഇൻ ദി അഡോപ്ഷൻ ഓഫ് ദിസ് മെത്തേഡ്. അപ്പോൾ ഇതിലൊരുപാട് എന്തുണ്ട്, ഇമോഷണൽ ഫാക്ടേഴ്സൊക്കെ വരുന്നുണ്ട്. കാരണം ഇപ്പോൾ ഓവം കളക്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ഡോണറിൽ നിന്നാണ്. അപ്പോൾ ആ അമ്മയുടെ ഓവമല്ല. അപ്പോൾ അവിടെ ചില ഇമോഷണൽ ഫാക്ടേഴ്സ് ഉണ്ട്. അമ്മയുടെ ക്രോമസോമൊന്നുമല്ല, വേറെ ഏതോ ഒരാളുടെ ഡോണറിലാണ് ആ ക്രോമസോമും എല്ലാം, കുഞ്ഞിൻ്റെ ക്രോമസോമെല്ലാം ഡോണറിൻ്റെ എന്ന് സെയിം ആയിരിക്കും. അമ്മയിലാണ് എന്ത്, യൂട്രസിനകത്താണ് ഇംപ്ലാന്റ് ചെയ്യപ്പെടുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇമോഷണൽ പ്രശ്നങ്ങൾ അതിൽ വരാം. അല്ലെങ്കിൽ ചിലപ്പോൾ സറോഗേറ്റ് മദറിൽ ഫെർട്ടിലൈസേഷൻ നടന്നു, ഒരു വാടകയ്ക്കൊരു അമ്മയെ എടുക്കുകയാണ്. അപ്പോൾ ആ അമ്മയും കുഞ്ഞും തമ്മിലുള്ളൊരു അറ്റാച്ച്മെൻറ്റ്, ഇവിടെ ഈ അമ്മയല്ല ആ കുഞ്ഞിനെ യൂട്രസിനകത്ത് ക്യാരി ചെയ്യുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒരുപാടെണ്ണം ഈ ടെക്നിക്സിൻ്റെ അണ്ടറിൽ വരും. അതെല്ലാം എന്താണ്, അതിൻ്റെ ലിമിറ്റേഷൻ അല്ലെങ്കിൽ പോരായ്മകളായിട്ട് നമുക്ക് പറയാം. ദെൻ അപ്പോൾ ഇത്തരം മെത്തേഡ്സ് അല്ലാതെ ഇതിന് എന്ത് ഒരു ആൾട്ടർനേറ്റീവ്, എങ്ങനെ നമുക്ക് ഇതിനൊരു ആൾട്ടർനേറ്റീവ് മെത്തേഡ് സജസ്റ്റ് ചെയ്യാൻ പറ്റും? അപ്പോൾ ഏറ്റവും നല്ലൊരു ആൾട്ടർനേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താ? അഡോപ്ഷൻ, കുട്ടിയെ ദത്തെടുക്കുക. അഡോപ്ഷൻ ഈസ് എ മെത്തേഡ് ഫോർ കപ്പിൾസ് ലുക്കിംഗ് ഫോർ പാരൻറ്ഹുഡ്. അല്ലേ, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് എത്രയോ അനാഥ കുഞ്ഞുങ്ങളുണ്ടാവും. അപ്പോൾ അനാഥ കുഞ്ഞുങ്ങളെ ദത്തെടുക്കുന്നത് ഇതിനുള്ള ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്ന ആ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് നമ്മുടെ ടോപ്പിക്കിൽ വരുന്നത്. ഇൻഫെർട്ടിലിറ്റി എന്താണ്, അതിനെ സഹായിക്കുന്ന ടെക്നിക്ക്, ആർട്ട് എന്ന് പറയുന്ന ടെക്നിക്ക്, ആർട്ടിൽ വരുന്ന പ്രോഗ്രാംസ് എന്തെല്ലാം, അപ്പോൾ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദെൻ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് മെയിനായിട്ട് എക്സ്പാൻഡ് എന്നുള്ളത് ഇതിലെപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ആർട്ട്, അസിസ്റ്റഡ് റിപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്, സിഫ്റ്റ്, സൈഗോട്ട് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ, ഗിഫ്റ്റ്, ഗാമീറ്റ് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ, IUI ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷൻ, IUT ഇൻട്രായൂട്രൈൻ ട്രാൻസ്ഫർ, AI ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, ICSI ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. ഇത്രയും എക്സ്പാൻഷൻ നിർബന്ധമായും പഠിച്ചിരിക്കണം, കാണാതെ പഠിക്കാം. Then suggest a suitable method for a lady who cannot produce the ovum
but can provide suitable environment for fertilization and implantation. ഓവം പ്രൊഡക്ഷൻ നടക്കുന്നില്ല, പക്ഷേ കുഞ്ഞിന് വളരാൻ ആവശ്യമായ എല്ലാ സാഹചര്യം യൂട്രസിൽ ഒരുക്കാൻ കഴിയുന്നുണ്ട്. അത്തരം ലേഡിക്ക് സജസ്റ്റ് ചെയ്യാവുന്ന ഒരു മെത്തേഡ് ഏതാണ്? ഗിഫ്റ്റ് എന്ന് പറയുന്ന മെത്തേഡ് അല്ലേ. ഓവം പ്രൊഡക്ഷൻ നടക്കാത്തവർക്കാണ് ഗ്യാമീറ്റിനെ ഡോണറിൽ നിന്നും കളക്ട് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്ന മെത്തേഡ്. ദെൻ എംബ്രിയോസ് അപ് ടു 8 ബ്ലാസ്റ്റോമിയേഴ്സ് ഗിഫ്റ്റ് ആണെങ്കിൽ എംബ്രിയോസ് മോർ ദാൻ 8 ബ്ലാസ്റ്റോമിയേഴ്സ് എന്താണ്? IUT, ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ഇത് ഓരോന്നും എക്സ്പ്ലെയിൻ ഗിഫ്റ്റ്, എക്സ്പാൻഡ് ആൻഡ് എക്സ്പ്ലെയിൻ ഗിഫ്റ്റ്, എക്സ്പാൻഡ് ആൻഡ് എക്സ്പ്ലെയിൻ ഗിഫ്റ്റ് ഓരോന്നും ചോദിക്കും. അപ്പോൾ എല്ലാം ഈ ടോപ്പിക്കിലെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. താങ്ക് യു.